നമുക്ക് നഷ്ടപ്പെടാൻ ഉള്ളപ്പോൾ നമുക്കൊരു പേടി വരും. നമുക്കിപ്പം കൂടിയൊരു വാഹനം ഉണ്ടായത് കൊണ്ടാണ് നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പയ്യൻ കള്ളും കുടിച്ചിട്ട് വന്ന് വണ്ടി ഓടിച്ചിട്ട് വന്ന് നമ്മുടെ തപ്പ്യാസം കാണിക്കുമ്പോൾ ഇറങ്ങി അവൻ്റെ ചെവുക്കലുള്ളൊക്കെ ഒരു അടി കൊടുക്കുന്ന ആ പരിപാടി അതെ പണ്ട് ഞാൻ ചെയ്തേനെ. ഇന്ന് ഞാൻ അവനെ നോക്കിയിട്ട് എന്തുകൊണ്ടാ മക്കളെ സുഖമാണോടാ സുഖമായിട്ട് അന്നാണ് ഞാനും വിചാരിച്ചത്. ഞാൻ പണ്ട് വലിയ മുതലാളിമാരെ വിരട്ടാൻ നടന്നത്. ഞാൻ വിചാരിച്ചത് ഇവരൊക്കെ എന്നെ പേടിച്ചിട്ടാണ്. അതുമല്ല, എനിക്കൊരു കൂടെ നഷ്ടപ്പെടാനില്ലല്ലോ, അവർക്ക് ഒരുപാട് നഷ്ടപ്പെടാണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഭയം വരും. നമുക്ക് നേട്ടങ്ങൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് സന്തോഷത്തോട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചോട്ടെ, വണ്ടികളെല്ലാം അങ്ങ് പറക്കി വിട്ടിട്ട് ഒരു സാധാരണ ഒരു ടാക്സി ചെറിയൊരു ഇന്നോവ അങ്ങ് എടുത്താൽ മതിയല്ലോ. അപ്പം ഒരുത്തനും എന്നെ വരട്ടാൻ പറ്റത്തില്ല. എന്റെ വണ്ടി നശിപ്പിക്കാൻ ഒരുത്തം വരത്തില്ലല്ലോ. അപ്പം അവന്റെ മുമ്പിൽ എനിക്ക് താഴേണ്ടി വരത്തില്ലല്ലോ. നീ ഇതങ്ങ് നശിപ്പിച്ചോ, ഇത് 10 ലക്ഷം രൂപയുടെ വണ്ടി, ഇതങ്ങ് നീ അങ്ങ് നശിപ്പിച്ചോ. ഇത് 1 കോടി രൂപയുടെ വണ്ടിയും കൂടിയ വണ്ടികളെടുത്ത് അത് പൊന്നെ പോലെ കൊണ്ടു കിടക്കുമ്പോഴാണല്ലോ ഇതെന്തോ നിനക്കൊരു ദുഃഖം. അല്ല, നമുക്ക് ഓരോന്നും ഇപ്പൊ എനിക്കിവിടെ ക്യാമറ വെക്കേണ്ടി വരുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ വളർന്നത് കൊണ്ടും നമുക്ക് ശത്രുക്കളും കൂടെ ഉണ്ടാകുന്നതുകൊണ്ടും അല്ലേ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗം നമ്മൾ നോക്കേണ്ടി വരുന്നത്. എനിക്ക് പൊതുവെ ഇത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കാട്ടിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരുത്തരം പേടിക്കാതെ തോന്നിയത് കണക്ക് എനിക്കത് ഇപ്പോഴും ഒരു പ്രശ്നമില്ല. അതും വെച്ചാനത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അതിരുന്ന് കാണുമായിരുന്നു. അപ്പൊ ഇന്നലെ മിനി കൂപ്പറിന് പേരിട്ടു. ഇനി ബാക്കി 2 വണ്ടികളും കൂടെ ഉണ്ടല്ലോ, 28 കിട്ടുമല്ലോ. അതിനും കൂടെ പറ്റുന്ന ഒരു പേര്, ഒന്ന് വോൾവോ, ഒന്ന് വെർണ. വണ്ടിയൊക്കെ ഉണ്ടെല്ലാം പറയ്ക്കൂ. ഇനിയിപ്പം കൊടുക്കണം. വോൾവോ വേണമെങ്കിൽ ഷീച്ചറിന്റെ പേരിടാം, സേഫ്റ്റി. അപ്പൊ വെർണ വേണമെങ്കിൽ സെർണ. വെർണയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ചെറിയനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെയാണോ? അല്ല അങ്ങനല്ല. നീ നല്ല കൊച്ച, അതുകൊണ്ടാ. അല്ല, വെർണ അങ്ങനെ ഞാനൊരു യൂസ് എന്നുള്ള നിലയ്ക്കല്ല. എനിക്കൊരു റേഞ്ച് റോവറൊക്കെ ആണ് ആഗ്രഹം. അല്ല, റേഞ്ച് റോവർ എന്നുള്ളതല്ല, നമുക്കൊരു വലിയൊരു SUV എടുക്കണം. ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കും. വേറെ എനിവേ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ആയോ? ഇറങ്ങിപ്പോ. അല്ല, ചോറും കറിയും ചേച്ചി എനിക്ക് ചോറും കറിയും രാവിലെ ഉണ്ടാക്കിയായിരുന്നു. അത് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് എനിക്ക് വീടുകളല്ല, ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇതാണ് ബിഗ് ബോസിലും സംഭവിച്ചത്. നമ്മൾ പറയാൻ സമ്മതിക്കത്തില്ല. അപ്പം ഇനി ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവട്ടെ. 2 പേർക്കും ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. അത് മാത്രമേ നടക്കുന്നുള്ളൂ. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേ? അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്.